ഹലോ, അപ്പോൾ എല്ലാവർക്കും കൾച്ചർ കഫേ സ്റ്റുഡിയോയുടെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്തായിരിക്കും നമ്മുടെ ഒരു വീഡിയോ, ഒരു ഇൻട്രോ എന്ത് കൊടുക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കണ്ടത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് സായിക്കുട്ടീനെ കുഞ്ഞിലത്തെ പോലെ, കുഞ്ഞു വാവയെ പോലെ ഇങ്ങനെ കൊഞ്ചിക്കാനായിട്ട്. അവൻ അങ്ങനെ സമ്മതിച്ചൊന്നും തരാറില്ല, എങ്കിലും എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ, അതായത് ഉറക്കപ്പിച്ചിൽ അവനെ ഇങ്ങനെ എടുത്ത് കൊഞ്ചിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പുള്ളി പറയാം നോട്ട് എ കിഡ് എനിമോർ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ നിന്ന് ഇറങ്ങി ഓടാറാണ് പതിവ്. അപ്പോൾ അന്നത്തെ ദിവസം ഈവനിങ്ങിനായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തു, ബർഗർ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. കുറേ നാളായി ഞാൻ ബർഗർ വീട്ടിലുണ്ടാക്കിയിട്ട്. അപ്പോൾ ശരത്തിനോട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശരത്തിന് ഓക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങിയതാണ് കേട്ടോ. ഇത് ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ എന്തായാലും വീഡിയോ എടുത്ത് വെച്ചേക്കാം, നന്നായിട്ടൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബർഗർ ആണെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ശരിക്കും നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബർഗറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ നമ്മൾ ഉണ്ടാക്കുന്നതാകുമ്പോഴത്തേക്കും, അത്രയും ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ബോൺലെസ് ചിക്കനാണ് മേടിക്കേണ്ടത്. അതിനകത്തേക്ക് വീറ്റ് ബ്രെഡ്, പിന്നെ കുറച്ച് സവോള, പിന്നെ ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, ഉപ്പ്, ഗാർലിക് പൗഡർ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. ഇത് എടുക്കുമ്പോഴത്തേക്കും ബ്രസ്റ്റ് പീസ് മേടിക്കാൻ ശ്രമിക്കണം. കാരണം ഞാൻ എടുത്തപ്പോഴത്തേക്കും ഞാൻ ബ്രസ്റ്റ് പീസ് അല്ല, വെറുതെ ബോൺലെസ് പീസാണ് ഞാൻ ഫ്രഷ് ടു ഹോമിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് ഇങ്ങനെ അതിൻ്റെ ടെൻഡർ കാണാൻ പറ്റും, ദേ കണ്ടോ. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് പീസ് തന്നെ മേടിക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് എന്ത് ചെയ്യുക, അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് പാറ്റീസ് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇത് കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കി നമുക്ക് ശരിക്കും നമ്മൾ ബർഗർ കിങ്ങിൽ നിന്നൊക്കെ മേടിക്കുന്ന ബർഗറിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ വരും കേട്ടോ. ആദ്യമൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ അല്ലായിരുന്നു ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയതിന് ശേഷമായിരുന്നു ബർഗർ, അത് വെച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് വളരെ ഈസിയുമാണ്. വളരെ കുറച്ച് സമയം എന്ന് വെച്ചാൽ ബർഗർ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കുറച്ച് വലുതാണെങ്കിൽ പോലും നമുക്കിതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതേ സമയത്ത് നമ്മൾ കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തോരം സമയം എടുക്കുമല്ലേ. നമ്മൾ ആദ്യം കുക്ക് ചെയ്യണം, പിന്നെ പൊട്ടറ്റോ ചേർത്ത് മിക്സ് ചെയ്യണം, പിന്നെ അത് കോട്ട് ചെയ്യണം, പിന്നെ അത് ഫ്രൈ ചെയ്യണം, അങ്ങനെയൊക്കെ. ഇതൊന്നുമില്ല, നമ്മൾ വാങ്ങിക്കുക എല്ലാം കൂടെ ബ്രസ്റ്റ് പീസ് എന്തെങ്കിലും ബോൺലെസ് പീസ് വാങ്ങിക്കുക, അതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ പാറ്റീസ് അങ്ങോട്ട് ബട്ടറിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഞാൻ ബട്ടറിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള പാറ്റീസൊക്കെ നമ്മളിതുപോലെ ചെയ്ത് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്ന നല്ലൊരു നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബർഗർ ഷോപ്പിൽ നിന്ന് നമ്മൾ ബർഗർ വാങ്ങിക്കുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ ഒരു ഐറ്റം എന്ന് വെച്ചാൽ നമ്മുടെ കാരമലൈസ്ഡ് ഓണിയൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വട്ടത്തിൽ കണ്ടിച്ച നമ്മുടെ സവോള എടുത്ത് ആ ബട്ടർ നമ്മളിപ്പോൾ ഉപയോഗിച്ച പാനില്ലേ അതേ പാൻ തന്നെ യൂസ് ചെയ്യുക. കുറച്ച് ബട്ടർ കൂടെ ചേർക്കുക. എന്നിട്ട് സോൾട്ട് ഒരു പിഞ്ച് ചേർക്കുക, പിന്നെ ഷുഗറും ചേർക്കുക. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കാരമലൈസ്ഡ് ആയിട്ട് ആ ഷുഗർ ഒന്ന് കാരമലൈസ് ആവുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അതേ പാനിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ബൺ വാങ്ങിച്ചിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചത് ബർഗർ ബൺ അല്ലായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നോക്കി, അവിടെ എങ്ങും ഇല്ലായിരുന്നു ഇത്. പക്ഷേ അത്ര ഭയങ്കര വലിയൊരു സ്വീറ്റ്നെസ്സും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഓക്കെ. പക്ഷേ ബർഗർ ബൺ നല്ലത് കിട്ടുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും എപ്പോഴും നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പാറ്റീസ് ഇല്ല, അതിൻ്റെ മണ്ടയിലേക്ക് ഒരു നമ്മുടെ ചീസ് സ്ലൈസ് വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ചീസ് സ്ലൈസ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, അറ്റത്തൊക്കെ ആ ചൂടാവുന്നത് കേട്ടോ. ഇനി ഒന്നുമില്ല, എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. ആദ്യം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു മയണൈസാണ് കേട്ടോ, പെരി പെരി മയണൈസ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റിയാണ്. അതിനകത്ത് പിക്കിൾഡ് കുക്കുംബറും പിന്നെ ആലപ്പിനോസൊക്കെ ഉള്ളതാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ പാറ്റിയും അതിൻ്റെ മുകളിൽ നമ്മൾ ചീസും വെച്ച് മെൽറ്റ് ചെയ്തില്ലേ അത് വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അതെല്ലാം നമുക്ക് വെച്ച് കൊടുക്കാം. എനിക്കിവിടെ ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് ലെറ്റ്യൂസിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അത് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരുന്ന ഓണിയൻസും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബർഗർ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബർഗർ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പുറത്ത് വാങ്ങിച്ച് കൊടുക്കാൻ പേടിയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മമാർക്ക് ഇത് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. എൻ്റെ കുട്ടിക്ക് മാത്രമല്ല കേട്ടോ, കുട്ടീസിൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ അറിഞ്ഞില്ല മക്കളിവിടെ കാണുന്നു, ആ കുട്ടികൾ ഇവിടെ കാണുമെന്ന് അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആയിട്ടല്ലായിരുന്നു, ഞങ്ങൾക്ക് ഡിന്നറിനേക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്. പക്ഷേ എന്നാലും നമ്മൾ ഫൈനലി അവർക്കും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കും ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു.
അപ്പോൾ ദേ ശരത്തിൻ്റെ അഭിപ്രായം ഇതായിരുന്നു. ശരത്തിനും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതോടുകൂടി ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് ഭയങ്കര ബർഗർ കഴിക്കണം എന്നങ്ങനെ ഒരു ക്രേവിങ് തോന്നിയാൽ 300-400 രൂപ കൊടുത്ത് പുറത്ത് മേടിക്കുന്നതിനെക്കാട്ടും ഇറ്റ്സ് ഓൾവേസ് ബെസ്റ്റ് നമ്മൾ തന്നെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ബർഗർ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ പുറത്ത് ഒരു ബർഗർ വാങ്ങിക്കാൻ എടുക്കുന്ന കാശിന് നമുക്ക് 4-5 ബർഗർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മളൊരു മൂവിയൊക്കെ കണ്ട് ആ ദിവസം അങ്ങനെ അവസാനിച്ചു.